വേഗതയും കൃത്യതയും സമം ചേർത്ത് ഗോൾമുഖം യുദ്ധസമാനമായി പരിണമിച്ചെത്തിയാൽ ഫ്രാൻസ് പടയെ തടയുകയെന്നത് അസാധ്യമാണ്. സ്വീഡൻ ഗോൾമുഖത്തൊരു കിലിയൻ കൊടുങ്കാറ്റിൽ സർവവും തീർന്നു. എതിരാളികൾ ഏത് തന്ത്രമൊരുക്കിയാലും അതിനു മുകളിൽ ചിറകടിച്ചുയരാൻ ഫ്രാൻസിനൊരു വജ്രായുധമുണ്ട്: കിലിയൻ എംബാപ്പെ. അയാൾ പട നയിച്ചാൽ ഡെംബലയും ഒലീസയും ബാർക്കോളയും പിന്നിൽ അണിനിരക്കും. ഇതിനെ വെല്ലാൻ ഒരു മുന്നേറ്റത്തിന്റെ തീജ്വാല അത് സ്വപ്നങ്ങളിൽ മാത്രം. എതിരാളികളുടെ ചിന്തകൾ ഉണരും മുൻപ് വിനാശം വിതച്ചവർ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കും. ഈ ലോകകപ്പിൽ ഇതുപോലൊരു ആക്രമണ ഫുട്ബോൾ ഒരു ടീമിലും കണ്ടതേയില്ല. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ യൂറോപ്യൻ ഫുട്ബോളിന്റെ പാരമ്പര്യം ഉയരങ്ങൾ താണ്ടിയ കാഴ്ചകളാണ്. ഒന്നിനു പിറകെ ഒന്നൊന്നായി മുന്നേറ്റങ്ങൾ, ചിലത് വിങ്ങുകളിലൂടെയും ചിലത് കൗണ്ടർ അറ്റാക്കുകളിലൂടെയും. അവസരങ്ങൾ ഒരുക്കാൻ അവരെ കഴിഞ്ഞ് ഈ ലോകകപ്പിൽ മറ്റൊരു സംഘമുള്ളൂ എന്ന യാഥാർത്ഥ്യം നിഴലിക്കുകയാണ്. എതിരില്ലാത്ത 3 ഗോളുകൾ സ്വീഡൻ പോസ്റ്റിലേക്ക് തീയുണ്ട കണക്കെ പാഞ്ഞു കയറി. ഗോൾ കീപ്പർക്ക് തലച്ചോറിലേക്ക് ചിന്തകൾ എത്തും മുൻപേ എല്ലാം കഴിഞ്ഞിരുന്നു. എംബാപ്പയടക്കം ഇരച്ചെത്തിയ മുന്നേറ്റ നിരയെ പിടിച്ചുകെട്ടാൻ സ്വീഡന്റെ പോരാട്ടം മതിയായില്ല. ഇരട്ട ഗോളിൽ ഒരിക്കൽ കൂടി എംബാപ്പെ മാജിക്കിൽ ഫുട്ബോൾ ലോകം അയാൾക്ക് ചുറ്റും ചെറുതായ പോലെ. ലോകകപ്പിൽ അയാളുടെ ഗോളുകൾ ഇന്ന് 18ആണ്. മെസ്സിക്ക് പിന്നിൽ ഒരൊറ്റ ഗോളിന്റെ അകലം മാത്രം. ഇനിയുമേറെ ആ വെള്ളവരയ്ക്കുള്ളിൽ ജീവിതം കാത്തിരിക്കുന്ന 27കാരൻ റെക്കോർഡ് പുസ്തകങ്ങൾ തിരുത്തിയെഴുതാതെ ഒന്നും അവസാനിപ്പിക്കില്ല. കാരണം അയാൾ കടന്നു വന്ന വഴികളാണ് കരുത്തും കനലാകുന്നതും. ഈ ലോകകപ്പിൽ കണ്ണിമച്ചിമ്മാതെ കണ്ടു തീർക്കേണ്ട 6 എണ്ണമാണ് കിലിയൻ കരുത്തിൽ ഗോൾമുഖം ഭേദിച്ചത്. മുന്നേറ്റത്തിലെ കേന്ദ്രബിന്ദുവായി എംബാപ്പയെ പ്രതിഷ്ഠിച്ച് ഫ്രാൻസ് പുതുചരിത്രം തീർക്കുകയാണ്. അന്ന് ഖത്തറിൽ കപ്പിനും ചുണ്ടിനുമിടയിലെ ആ ദുരന്ത രാത്രി എംബാപ്പെ അങ്ങനെ മറക്കാനിടയില്ല. അന്നൊരൊറ്റയാനായി അർജന്റീനയ്ക്ക് മുന്നിൽ അയാൾ കാൽപന്തിന്റെ മായാജാലം തീർത്തു. എന്നാൽ ഭാഗ്യനിർഭാഗ്യത്തിന്റെ ആ ദിനത്തിൽ ഫ്രാൻസ് വീഴുമ്പോൾ ഉള്ളിലൊരു കനലയാൾ ബാക്കി വച്ചിരിക്കണം. വർഷം 4 പിന്നിട്ട് ഇനിയൊരു പിഴവിനിടം നൽകാതെ സർവം സന്നാഹമായി ഫ്രാൻസ് തുടങ്ങിക്കഴിഞ്ഞു. ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റം അവരിൽ പ്രകടവുമാണ്. അതിനാൽ ഏത് വമ്പുമായി വരുന്നവരെങ്കിലും എംബാപ്പെ നയിക്കുന്ന ആ ചാവേർപ്പടയെ പിടിച്ചുകെട്ടുക അസാധ്യമാണ്.